നമ്മുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ദൈവം ഒരു വാഗ്ദത്തം അറിയിച്ചാൽ സാഹചര്യം ഒട്ടും അനുകൂലമല്ലെങ്കിലും പറഞ്ഞത് സർവശക്തനായ ദൈവമാകിയാൽ അത് സംഭവിക്കും. വാഗ്ദത്തം നൽകിയ ദൈവത്തിന് അത് നിറവേറ്റുവാൻ നമ്മുടെ ഭൗതികമായ സാഹചര്യങ്ങൾ അനുകൂലമാകണമെന്നില്ല. നമ്മുടെ ചുറ്റുമുള്ള പ്രതിബന്ധങ്ങൾ എത്ര വലുതാണെങ്കിലും നമ്മുടെ ദൈവത്തിന് അത് നിസ്സാരമാണ്. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ദൈവം ഒരു കാര്യം പറഞ്ഞാൽ അത് സംഭവിക്കുക തന്നെ ചെയ്യും. പക്ഷേ അത് നമ്മുടെ സമയത്തായിരിക്കണമെന്ന് നാം വാശി പിടിക്കരുത്. ദൈവിക സമയത്തിനായി നാം കാത്തിരിക്കണം. ഒട്ടും അനുകൂലമല്ലാത്ത സാഹചര്യത്തിലായിരിക്കും പലപ്പോഴും അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. ഇത് നമ്മുടെ ക്ഷമയെയും വിശ്വാസത്തെയും പരീക്ഷിക്കുന്ന സമയം കൂടിയാണ്. സാഹചര്യങ്ങൾ അനുകൂലമല്ലെങ്കിലും ദൈവം കൂടെയുണ്ട് എന്നുള്ള ധൈര്യം സാഹചര്യങ്ങളെ മറികടന്ന് മുന്നോട്ട് പോകുവാൻ നമ്മെ സഹായിക്കുന്നു. നമ്മുടെ സാധ്യതകളുടെ ലോകം അവസാനിക്കുന്നിടത്താണ് ദൈവിക ഇടപെടലുകൾ ആരംഭിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മളിൽ പലരും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇനി എന്ത് എന്ന ചോദ്യത്തിന് മുന്നിൽ പകച്ചു നിന്നിട്ടുണ്ടാകാം. നമ്മുടെ ബുദ്ധിയും കഴിവും പണവും പരാജയപ്പെടുന്ന ഒരു സമയം ജീവിതത്തിലുണ്ട്. ആ സമയത്താണ് ദൈവത്തിൻ്റെ അത്ഭുതകരം നമ്മിൽ വെളിപ്പെടുന്നത്. അതുകൊണ്ട് ജീവിതത്തിൻ്റെ വഴികളെല്ലാം അടഞ്ഞുവെന്ന് തോന്നുമ്പോൾ ഭയപ്പെടേണ്ടതില്ല. ദൈവം നമുക്കായി പുതുവഴി തുറക്കും. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നിന്ന് എല്ലാ പിറുവെറുപ്പും മുൻവിധികളും മാറ്റിക്കളഞ്ഞ് ദൈവത്തിൻ്റെ സമയത്തിനായി കാത്തിരുന്ന് സഹിഷ്ണുതയോടെ ദൈവവാഗ്ദത്തങ്ങൾ പ്രാപിച്ച് വിശ്വാസത്തിന് വേണ്ടി നിൽക്കുവാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.